സംസ്ഥാനത്തെ മൺസൂൺ കണക്കുകൾ പരിശോധിച്ചാൽ മഴയിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടില്ല. തിരുവനന്തപുരം മെറ്റീരിയോളജിക്കൽ സെന്ററിന്റെ കണക്കുകൾ പ്രകാരം 319.4 മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ 15 ദിവസത്തിനിടെ കേരളത്തിൽ ലഭിച്ചത്. മഴക്കുറവ് രേഖപ്പെടുത്തിയത് 2 ജില്ലകളിലാണ്, വയനാട്ടിലും കാസർഗോഡും. വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറവ് മഴ പെയ്തത്. 255.7 മില്ലിമീറ്റർ മഴ പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്ത് 106.4 മില്ലിമീറ്ററാണ് ലഭിച്ചത്. 58% കുറവ്. അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ കണക്കുകളിൽ ജൂൺ 16 വരെ 78 മില്ലിമീറ്റർ മഴ ലഭിച്ചു. കഴിഞ്ഞ വർഷം ഇത് 148.8 മില്ലിമീറ്റർ ആയിരുന്നു. വയനാട്ടിൽ മഴ കുറഞ്ഞത് കാർഷിക മേഖലയെ സാരമായി ബാധിക്കും. കുരുമുളക്, ഇഞ്ചി, നെൽ കൃഷികളെയാണ് മഴയുടെ കുറവ് കാര്യമായി ബാധിക്കുക. കഴിഞ്ഞ വർഷം കർണാടകയിൽ ഇഞ്ചി കൃഷി കുറയുകയും വില കൂടുകയും ചെയ്ത സാഹചര്യത്തിൽ വയനാട്ടിലെ കർഷകർ ഹെക്ടർ കണക്കിന് സ്ഥലത്ത് ഇത്തവണ ഇഞ്ചി കൃഷി ഇറക്കി. ആദ്യ വളം ചെയ്യേണ്ട സമയമാണിപ്പോൾ. ഈ സമയത്ത് മഴ കുറഞ്ഞതിനാൽ വളമിടാൻ സാധിക്കില്ല. കുരുമുളക് കർഷകരെ സംബന്ധിച്ചും മഴക്കുറവ് തിരിച്ചടിയാണ്. കുരുമുളകിൽ പരാഗണം നടക്കണമെങ്കിൽ മഴ വേണം. ഈ സമയത്തെ മഴക്കുറവ് വിളവിനെ സാരമായി ബാധിക്കും. നെൽകൃഷി ഇറക്കേണ്ട ഈ സമയത്തും മഴയെത്താത്തതും കർഷകർക്ക് തിരിച്ചടിയാണ്. കാസർഗോഡാണ് കേരളത്തിൽ മഴക്കുറവ് രേഖപ്പെടുത്തിയ മറ്റൊരു ജില്ല. 450.2 മില്ലിമീറ്റർ മഴ പ്രതീക്ഷിച്ച സ്ഥാനത്ത് ലഭിച്ചത് 316 മില്ലിമീറ്ററാണ്. 30% കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മനീഷ് മൂർത്തി, മീഡിയ 1, വയനാട്.